ചങ്ങായിമാരെ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ അമേരിക്കയിലെ ക്രിസംഗി അച്ചായനില്ലേ, മൂപ്പറുടെ ഒരു മനോഹരമായ കരച്ചിലാണ്. അമേരിക്കക്കും ഇസ്രായേലിനും ട്രംപിനും നെതന്യാഹുവിനും ഒക്കെ വേണ്ടിട്ട് ദിവസവും വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ തള്ളിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഈ അച്ചാനുണ്ടല്ല, ഈ ക്രിസംഗി അച്ചാൻ ഇന്നിട്ടല്ല ട്രംപിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആഞ്ഞടിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ക്രിസംഗി അച്ചായൻ പറഞ്ഞത് ട്രംപ് ഉണ്ടല്ല അമേരിക്കയിലും ഈ ക്രിസംഗി അച്ചായനോടല്ല നാണം കെടുത്തുകയാണ് പോലും. അതുമാത്രമല്ല, ഇതേ പോക്കാണ് ട്രംപ് പോകുന്നതെങ്കിൽ ട്രംപിന്റെ ഒരു വാക്കുണ്ടല്ല അമേരിക്കക്കാർ മാത്രമല്ല ലോകത്താരും വിശ്വസിക്കില്ലാന്ന് വളരെ വേദനയോടുകൂടി ഈ ക്രിസംഗി അച്ചായൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ട്രംപിന് ധൈര്യം എന്ന് പറഞ്ഞ സാധനം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇറാൻ എത്രയും പെട്ടെന്ന് തീർക്കണം. ഇറാനെ തീർത്തേ പറ്റൂ. ഇറാനെ തീർക്കാൻ പറ്റില്ലേ ട്രംപിനെ കൊണ്ട് പറ്റൂല്ലെങ്കിൽ പിന്നെ ട്രംപ് അമേരിക്കയിൽ തിരിച്ചു വരണ്ടെന്നാണ് നമ്മൾ ഈ ക്രിസംഗി അച്ചാനുണ്ടല്ല അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത്. അതായത് ഇറാനെ തോപ്പിക്കാൻ വേണ്ടി ട്രംപിനെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ നേരെ ഇസ്രായേലിൽ പോയിട്ട് നെതന്യാഹുവിന്റെ കൂടെ ഏതെങ്കിലും ബങ്കറിൽ പോയി ഒളിച്ചോന്നാണ് നമ്മൾ ഈ ക്രിസംഗി അച്ചായൻ ട്രംപിനോട് പറഞ്ഞിട്ടുള്ളത്. ട്രംപിനും നെതന്യാഹുവിനും വേണ്ടിട്ട് ദിവസം വന്നിട്ട് ഘോരം തള്ളുന്ന ഈ ചങ്ങായി വരെ ഉണ്ടല്ല ട്രംപിന്റെ തോൽവി സമ്മതിച്ച്. എന്തായാലും നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിലും സമയം ഇല്ലെങ്കിലും ഈ ക്രിസംഗി അച്ചായന്റെ മനോഹരമായ കരച്ചിലുണ്ടല്ല, ആ കരച്ചിൽ നിങ്ങൾ കണ്ടേ പറ്റൂ. നമ്മുടെ ട്രംപ് ഇത് ബ്ലഫ് ചെയ്യുന്നതാണോ അതോ ഉള്ള കാര്യമാണോ? പുള്ളിക്ക് ഇപ്പൊ യുദ്ധം നിർത്തണം. മരണപരാക്രമം പിടിച്ച് ഇദ്ദേഹം യുദ്ധത്തിൽ പോയതാണ്. അയത്തൊള്ളയെ ഇപ്പൊ കമത്തും ഇറാനെ ഇപ്പൊ മലത്തും എന്നൊക്കെ പറഞ്ഞു പോയതാണ്. അവിടെ ചെന്ന് ഒരു 10-15 ദിവസം ബോംബിട്ട് കഴിയുമ്പോഴത്തേക്കും പുള്ളി പറഞ്ഞാൽ യുദ്ധം ജയിച്ചു, എവറിത്തിങ് ഇസ് ഗുഡ്, നമ്മുടെ ലക്ഷ്യം ഉദ്ദേശിച്ച കാര്യം നടന്നു, ഇനി നമുക്ക് യുദ്ധം നിർത്തണം. ഇപ്പം നിർത്തിക്കിട്ടണ്ടേ? ഇപ്പം ഞാൻ പറഞ്ഞാൽ ഈ പുലിവാലി പിടിച്ച പോലെ ഇപ്പം നിർത്തണമെന്ന് പറഞ്ഞാൽ ഇറാൻ സമ്മതിക്കുന്നില്ല. 5 ദിവസത്തെ നിങ്ങൾക്കറിയാം, 5 ദിവസത്തെ അവധി കൊടുത്തിരിക്കുകയാണ്, ഡെഡ് ലൈൻ കൊടുത്തിരിക്കുകയാണ്. അതിനകത്ത് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. ചിലർ പറയുന്നുണ്ട് അദ്ദേഹം മടുത്തു ഈ വേഷം കെട്ടിന് എടുത്തു ചാടി അതിനകത്ത് ചെന്ന് പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് മതിയായി, അദ്ദേഹത്തിന് ഇപ്പോൾ എങ്ങനെയും നിർത്തി സ്റ്റാൻഡ് വിടണമെന്നേ ഉള്ളൂ എന്ന് ചിലർ പറയുന്നു. പക്ഷേ മറ്റു ചിലർ പറയുന്നു അങ്ങനെയല്ല, പുള്ളി തയ്യാറെടുക്കുകയാണ്, പുള്ളി ഇതിനേക്കാളും വലിയ പദ്ധതിയായിട്ട് വരുന്നുണ്ട്, ഇറാനെ അടിച്ചു തകർത്ത് നിരപ്പാക്കുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാനൊരു കാര്യം പറയാം, ഇനി ട്രംപിന് മറ്റൊരു മാർഗമില്ല. ട്രംപിന് ഇനി രണ്ടും കൽപ്പിച്ച് ഇറാനെ നാമാവശേഷമാക്കാതെ ട്രംപിന് ഒരു ഭാവിയില്ല. ട്രംപിനെ ഇംപീച്ച് ചെയ്യും. ട്രംപ് ലോകത്തിന് മുമ്പിൽ നാണം കെടും. ലോകരാഷ്ട്രങ്ങളും ലോക നേതാക്കളും അദ്ദേഹത്തെ വെറും പുല്ലുപോലെ അവഗണിക്കും. ഇനി എന്ത് വിധേനയും എന്ത് ചെയ്തും താങ്ക് ഗാഡ് ഇസ്രായേൽ കൂടെ ഉണ്ട്. ഇറാനിനെ തറ പറ്റിക്കാതെ, ഇറാനെ തോൽപ്പിക്കാതെ ഇനി അമേരിക്കയിലേക്ക് ട്രംപിന് തിരിച്ചു വരിക സാധ്യമല്ല. കാരണം അമേരിക്കയുടെ റെപ്യൂട്ടേഷൻ, അമേരിക്കയുടെ സൈനിക ശക്തി, അമേരിക്കയുടെ വ്യോമയാന ശക്തി, അതുപോലെ തന്നെ നാവിക ശക്തി, ഇതെല്ലാം റിസ്ക് ചെയ്തിരിക്കുകയാണ് ട്രംപ്. യുദ്ധം നിർത്തുന്നതിനുള്ള ഇദ്ദേഹത്തിന്റെ 15 പോയിന്റ് പ്രപ്പോസൽസ് ഇറാൻ വെറുതെ പുച്ഛമായി തള്ളിക്കളഞ്ഞു. ഞാൻ പറയുന്നത് ഇദ്ദേഹമാണ് ഒഫൻസീവ് എടുത്തത്, ഇദ്ദേഹമാണ് യുദ്ധം സ്റ്റാർട്ട് ചെയ്തത്. ആ യുദ്ധം സ്റ്റാർട്ട് ചെയ്ത മനുഷ്യൻ തന്നെ പറയാണ്, ആ യുദ്ധം ചെയ്ത മനുഷ്യൻ തന്നെ പറയാണ് എനിക്ക് സീസ് ഫയർ വേണമെന്ന്. അതെന്ത് സൈസ് യുദ്ധമാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അത് ഇറാൻ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞു. ദാറ്റ് മീൻസ് അമേരിക്ക തോറ്റു, ട്രംപ് തോറ്റു എന്നുള്ളൊരു ഇംപ്രഷനാണ് അദ്ദേഹം ലോകത്തിന് തന്നെ കൊടുക്കുന്നത്, ലോകത്തിന് കൊടുക്കുന്നതും ഇറാൻ കൊടുക്കുന്നതും. ഇറാൻ ഇപ്പോൾ കൗണ്ടർ പോയിന്റ് വെച്ചു. ഹ്യൂമിലിയേറ്റിംഗ്, അമേരിക്കയെ നാണം കെടുത്തുന്ന, ട്രംപിനെ നാണം കെടുത്തുന്ന പ്രപ്പോസൽസാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഹോർമൂസ് കടലെടുക്കപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് വേണമെത്രേ. അതുപോലെ അവർ അണുവായുധത്തിനും വിട്ടുവീഴ്ച ചെയ്യല. അവരുടെ സിൽബന്ദികളെ ഹമാസ്, ഹെസ്ബുള്ള, ഹൂത്തീസ് അവർക്കുള്ള സഹായവും നിർത്തൂല. അതുപോലെ അവരുടെ ലോങ് റേഞ്ച് മിസൈൽ, അവരുടെ ഡ്രോൺ റിസർച്ച്, ഇതൊന്നും അവർ നിർത്തുകയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഉന്നങ്ങൾ, ഈ ലക്ഷ്യങ്ങളൊന്നും നേടാതെ ട്രംപ് അവിടെ നിന്ന് സുല്ലിട്ട് പോന്നാൽ ട്രംപ് നേരെ ഇങ്ങോട്ട് പോരണ്ട. അതോടുകൂടി ഗൾഫ് രാജ്യങ്ങൾ നഷ്ടപ്പെട്ടു അമേരിക്കയ്ക്ക്. ഗൾഫ് രാജ്യങ്ങൾ പിന്നെ അമേരിക്കയെ വിശ്വസിക്കില്ല. ട്രംപ് ഇത് അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അമേരിക്ക വിശ്വസിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ അടി ഈ കഴിഞ്ഞ 25 ദിവസമായിട്ട് അവർ ആക്രമിക്കുകയാണ്. സൗദി അറേബ്യ, ഖത്തർ, യു എ ആണ് അവർ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത്. മാത്രമല്ല അവരിപ്പോൾ പറയുന്നു യുടെയും ഖത്തറിന്റെയും ഒക്കെ തീരങ്ങൾ അവർ പിടിച്ചെടുക്കുമെന്ന് ഇറാൻ. അപ്പോൾ അമേരിക്ക ഇനി ഇട്ടിട്ട് പോന്നു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട് ഇറാൻ മാറിക്കഴിഞ്ഞു. അത് അനുവദിച്ചുകൂടാ. ഹി ഹാസ് ടു ഫിനിഷ് ദ ജോബ്. അദ്ദേഹം പോയി രണ്ടും കൽപ്പിച്ച് കെട്ടി പുറപ്പെട്ടതാണ്. ഇനി അദ്ദേഹം ഈ ജോലി ഫിനിഷ് ചെയ്തിട്ട് അദ്ദേഹം ഇറങ്ങി തിരിച്ച് പണി പൂർത്തിയാക്കിയിട്ടേ തിരിച്ചു വരാവൂ. അതിന് പ്രയോഗിക്കേണ്ട ഏത് മാർഗം ഉപയോഗിച്ചും അമേരിക്കയുടെ ആയുധ ശേഖരത്തിലുള്ള എന്തും ഉപയോഗിച്ച് ഇറാനെ പരാജയപ്പെടുത്തുക തന്നെ വേണം. യെസ്, അല്ലെങ്കിൽ ഇവിടെ ഒരാളെ വിജയിച്ച് നിൽക്കാവൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഒന്നുകിൽ ഇറാൻ, അല്ലെങ്കിൽ അമേരിക്ക. ഇറാന്റെ മുമ്പിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ അമേരിക്ക തോറ്റുകൊടുത്താൽ, പോയി ചെന്നടി വാങ്ങിച്ചിട്ട് വന്നാൽ അമേരിക്കൻ ജനത അത് ക്ഷമിക്കില്ല, അത് മറക്കില്ല ട്രംപിനോട്. താങ്ക് യു വെരി മച്ച്.
താങ്ക് യു വെരി മച്ച് ക്രിസംഗി അച്ചായ, താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ല നിങ്ങളെ ട്രംപണ്ണൻ തോറ്റുകൊണ്ടേയിരിക്കുക എന്നുള്ള സത്യം. അതുകൊണ്ട് നിങ്ങളെ ട്രംപണ്ണൻ തോറ്റുകൊണ്ടിരിക്കുക എന്നുള്ള സത്യം തുറന്നു പറഞ്ഞിനി എന്റെ ക്രിസംഗി അച്ഛന് ഒരിക്കൽ കൂടി താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്. ഈ ചങ്ങായി ഉണ്ടല്ലോ, നമ്മൾ ഈ ക്രിസംഗി അച്ഛനുണ്ടല്ല, യുദ്ധം തുടങ്ങിയ സമയത്തുണ്ടല്ല ട്രംപിന് വേണ്ടി നെതന്യാവിനും വേണ്ടി എമ്മാതിരി തള്ളായിരുന്നു, എമ്മാതിരി തള്ളു. ഇയാളെ തള്ളുകെട്ട എന്താ തോന്നുന്നറിയാം, ഇയാളുണ്ടല്ല ട്രംപിന്റെ വലങ്കൈ, അതായത് ട്രംപിന് എല്ലാ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് ഈ ക്രിസംഗി അച്ഛനാണെന്ന് തോന്നും ഇയാളുടെ തള്ളുകെട്ടാല്. അതായത് ഇയാളെന്താ പറയുന്നറിയാം, ട്രംപ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇറാനെ തീർക്കും. കുറച്ചതിന്റെ പറയും ട്രംപും നെതന്യാവും കൂടി നാളെ ഉച്ചക്ക് 12 മണിക്ക് ഇറാനെ തീർക്കും. അമ്മാതിരി ട്രംപ് പറയുന്ന പോലെ തള്ളാന്ന് ഇയാളും വന്ന് തള്ളല്. അങ്ങനെ ട്രംപിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ വന്ന് തള്ളുന്ന ഈ ക്രിസംഗി അച്ചായൻ ഇപ്പം പറയുന്നത് ട്രംപ് വെറും തള്ളാണെന്ന്. എന്താ അവസ്ഥ! ഈ ക്രിസംഗി അച്ചായൻ ഇറാനെ തീർക്കാണ്ട് ട്രംപിനോട് അങ്ങോട്ട് വരണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവരും അമേരിക്കക്കാർന്നുണ്ടല്ല ഇനി ട്രംപിനാ തിരിച്ച് അമേരിക്കയിലേക്ക് പ്രതീക്ഷിക്കുന്നില്ല അതൊന്നും കേട്ടാ. അതായത് അമേരിക്കക്കാർക്കും ഈ ക്രിസംഗി അച്ചായനൊക്കെ കൃത്യമായിട്ട് അറിയാം ഇറാനെ തീർക്കാൻ വേണ്ടി ട്രംപിനെ കൊണ്ട് ഇനി ആവൂലാന്ന്. അതുകൊണ്ട് ട്രംപിനി നെതന്യാവിന്റെ കൂടി ഉണ്ടല്ല ഏതെങ്കിലും ഒരു ബങ്കറിൽ പോയി ഒളിച്ചോട്ടെന്നാണ് അമേരിക്കക്കാർ തന്നെ പറയുന്നത്. ഇനി നമുക്ക് ഈ ക്രിസംഗി അച്ചായനുണ്ടല്ല അമേരിക്കയിലെ സെനറ്റിലുണ്ടല്ല അവിടുത്തെ അംഗങ്ങൾ ട്രംപിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു വീഡിയോ കൂടി കാണിച്ചു കൊടുത്താലോ. ഇംഗ്ലീഷിലാണ്, എല്ലാവർക്കും എന്തായാലും മനസ്സിലാകും. Here's the problem. The strait was open before the war began. We are now seeking to solve a problem that we created. This is insanity. $2 billion is a lot of money. That's the minimum amount of money that is being spent every single day on this war. There are over a dozen families who are burying their loved ones in the United States, and there may be dozens more if this war continues. Prices are skyrocketing, not just in America, but all. ആ ചങ്ങായി തന്നെ പറയുന്നിട്ടില്ലേ, ആ ഓർമസ് കടലെടുക്ക് എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടതാണ്. യുദ്ധം നമ്മൾ തുടങ്ങി, അതുകൊണ്ടാണ് ഓർമസ് കടലെടുക്ക് നമുക്ക് വേണ്ടി പൂട്ടിയതെന്ന് അവന് തന്നെ ഉണ്ടല്ല ട്രംപിനെതിരെയായി. അതുകൊണ്ട് ഇനി ക്രിസംഗി അച്ചായ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലായി ട്രംപിന് സ്വന്തം നാട്ടില് അമേരിക്കയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇനി ട്രംപിന് ഏറ്റവും നല്ലത് എന്താണെന്നറിയാം, സന്യാസം സ്വീകരിച്ചിട്ട് ഏതെങ്കിലും മലയിൽ പോയി ഒളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒന്ന് ആലോചിക്കട്ടെ, ഇറാനെ ഇല്ലാതാക്കാൻ വേണ്ടി യുദ്ധം തുടങ്ങിയിട്ട് സ്വന്തം നാട്ടില് യുദ്ധം തുടങ്ങിയ ചങ്ങായിക്ക് സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റുന്ന അവസ്ഥ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവോ? അതായത് വേറെ രാജ്യത്ത് ഇല്ലാതാക്കാൻ നോക്കിയിട്ട് സ്വന്തം കിടപ്പാടം പോയ പല്ലുപോയ സിംഹത്തിന്റെ അവസ്ഥ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവോ? നമ്മളിപ്പോ ട്രംപിന്റെ ദുരവസ്ഥ കണ്ടില്ലേ, ഇതിലും ദുരവസ്ഥയാണ് ഇസ്രായേലിൽ നെതന്യാഹുവിന്റെ അവസ്ഥ. ഇസ്രായേലിന്റെ സൈനിക മേധാവിയായ ഇയാൾ സമീർ എന്താ പറഞ്ഞറിയാം, ഇതേ പോക്കാണെങ്കിൽ ഇറാനോടും ഹിസ്ബുള്ളിനോടും ഒരേ സമയം യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേൽ സൈന്യത്തിന്റെ നിലനിൽപ്പില്ലേ, ആ നിലനിൽപ്പിനെ തന്നെ യുദ്ധം ബാധിക്കുന്നതാണ് ഇയാൾ സമീർ പറയുന്നത്. ഇയാൾ സമീർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇസ്രായേലിൽ നെതന്യാഹുവിനും കട്ടി ആരാധകരുടെ ടീമാണ്. കേരളത്തിലുണ്ടല്ല സംഖ്യകളും ക്രിസംഖ്യകളും ഈ സമീറിന്റെ ഏറ്റവും വലിയ ആരാധകരാണ്. അതുകൊണ്ട് സംഖ്യകളെ നിങ്ങൾ ആരാധനാപാത്രമായ ഇയാൾ സമീർ തന്നെ പറഞ്ഞു ഇനി അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി അവിടുത്തെ സൈനികർ കൊണ്ട് ആവൂലെന്ന്. ഞാൻ ഈ യുദ്ധം തുടങ്ങുമ്പോഴേ പറഞ്ഞു ഇവർ രണ്ടാളും ഇറാനോട് മുട്ടാൻ പോയി കഴിഞ്ഞാൽ ഇവർ രണ്ടാളും ലോകത്തിന്റെ മുന്നിൽ കോമഡി പീസാകുന്നു. ഇപ്പൊ വെറും കോമഡി പീസല്ല, കോമഡിന്റെ മുകളിൽ കോമഡി പീസായിട്ടുള്ള ഇവർ രണ്ടാളും. ഒന്നുമില്ലെങ്കിൽ നമ്മളെ നെതന്യാഹുണ്ടല്ല മുങ്ങാൻ വേണ്ടി വലിയ ബങ്കറെങ്കിലുണ്ട്. പക്ഷെ ട്രംപണ്ണൻ എവിടെ മുങ്ങും? എന്തായാലും ട്രംപണ്ണന് ഈ യുദ്ധ ഈ അവസ്ഥയിലാണെങ്കിൽ അമേരിക്കയിൽ എങ്ങനെയും പൊങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും മുങ്ങിയേ പറ്റൂ നമ്മളെ ട്രംപണ്ണന്. അതുകൊണ്ട് ട്രംപണ്ണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സന്യാസം സ്വീകരിച്ചോ. അതിനുണ്ടല്ല നിങ്ങൾ വേഗം ഉണ്ടല്ല മൈ ഫ്രണ്ടിനാ മൂത്തജീനെ വിളിച്ചോ. മൂപ്പർ നിങ്ങൾക്ക് എവിടെയെങ്കിലും സന്യാസിയായിട്ട് വിളിച്ചെടുക്കാനുള്ള ഒരു സ്ഥലം എന്തായാലും കാണിച്ചു തരും. അതുകൊണ്ട് ട്രംപണ്ണ അത്രയും പെട്ടെന്ന് മൈ ഫ്രണ്ടിനാ മൂത്തജീനെ വിളിച്ചിട്ട് ഒരൊറ്റ മുങ്ങില് എവിടത്തേക്കെങ്കിലും മുങ്ങിക്കോ. അപ്പൊ എന്തായാലും ഉണ്ടല്ല ട്രംപണ്ണന് വേണ്ടി ദിവസവും വന്ന് തള്ളി ലാസ്റ്റ് ഉണ്ടല്ല ട്രംപണ്ണനെ തന്നെ തള്ളി പറഞ്ഞ നമ്മളെ ക്രിസംഗി അച്ചായനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.